ജനസാന്നിധ്യത്തിൽ അനവധി മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. തുമ്മുന്ന സമയത്ത് മറ്റുള്ളവരുടെ ആളുകൾ ഉള്ള ജനസാന്നിധ്യത്തിൽ വെച്ച്, മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ വെച്ച് തുമ്മുന്ന സമയത്ത് മര്യാദ പാലിക്കേണ്ടതുണ്ട്. അവിടെ ചില നിയമങ്ങളുണ്ട്. തുമ്മുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുമ്മൽ ഇന്നല്ലാഹ യുഹിബ്ബുൽ ഉത്വാസ, തുമ്മുക എന്നത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള സംഗതിയാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എല്ലാവരും കൂടെ എന്തെങ്കിലും ആക്കിയിട്ട് തുമ്മണം എന്നല്ല പറഞ്ഞത്. തുമ്മിയാൽ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. ഒരാൾ തുമ്മിയാൽ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. വയക്റഹു തസാഉബ, എന്നാൽ കോട്ടുവായിടൽ അള്ളാഹ്ക്ക് വലിയ വെറുപ്പുള്ള സംഗതിയാണ്. കോട്ടുവായിടുന്നത് വെറുപ്പുള്ള സംഗതിയാണ്. കാരണം അത് പൈശാചികമാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും കോട്ടുവായിടാനുണ്ടായാൽ പരമാവധി അതിനെ വിഴുങ്ങിക്കളയേണ്ടതാണ്. അത് പുറത്തേക്ക് വരാതെ വിഴുങ്ങേണ്ടതാണ്. എന്നാലോ നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിൽ കോട്ടുവായ പുറത്തേക്ക് വന്നാൽ അവിടെ വലാത്ത കൂൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ കോട്ടുവായിടുന്ന സമയത്ത് എന്ന് പറയാൻ പാടില്ല. ചില ആള് കോട്ടുവായിടുന്ന സമയത്ത് ഈ വായ അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെയോ ജനസാന്നിധ്യത്തിൽ വെച്ച് കോട്ടുവായിടുന്ന സമയത്തൊക്കെ നമ്മുടെ ഫതുൽ മീൻ പറഞ്ഞു, നമ്മുടെ ഇടത് കൈയുടെ പുറം ഭാഗം ഇങ്ങനെ വായക്ക് മുകളിൽ വെക്കണം. അങ്ങനെയാണ് കോട്ടുവായിടേണ്ടത്. കോട്ടുവായ ഉണ്ടായാൽ പരമാവധി അത് വിഴുങ്ങിക്കളയുകയാണ് ഏറ്റവും നല്ലത്. മഹാനായ ഇബ്നു നുജൈമുൽ മിസ്രി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കോട്ടുവായ ഇടാൻ വന്നാൽ മഹാനവറുകൾ പറയാണ്, ശരിക്കും മനസ്സിലാക്കും, ഒരു പുതിയൊരു മസലയാണ്. ഒരാൾക്ക് കോട്ടുവായ ഇങ്ങോട്ട് അനിയന്ത്രിതമായിട്ട് ഇങ്ങോട്ട് വന്നാൽ അതിനെ തസാഉബിനെ കോട്ടുവായെ തടുക്കാനുള്ളൊരു മാർഗമുണ്ട്. അതങ്ങോട്ട് നിയന്ത്രിക്കാൻ ഒരു വഴി എന്താ? മഹാനവറുകൾ പറയാൻ, കോട്ടുവായിടാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക, പഠിച്ചോനെ അമ്പിയാക്കളൊന്നും കോട്ടുവായ ഇടാറുണ്ടായിരുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ അദ്ദേഹത്തിന്റെ കോട്ടുവായ, ഇടാൻ വന്ന കോട്ടുവായ അങ്ങനെ തന്നെ ഇല്ലാതെയാകും എന്ന് മഹാനായ ഇബ്നു നുജൈമുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് തന്റെ അൽ ബഹ്റുർ റായിഖ് എന്ന ഗ്രന്ഥത്തിൽ. കോട്ടുവായിടാൻ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, അമ്പിയാക്കളൊന്നും കോട്ടുവായിടാറുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ അദ്ദേഹത്തിന്റെ കോട്ടുവായ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയും, അത് പുറത്തോട്ട് വരില്ല. മഹാന്മാരായ അമ്പിയാക്കൾ അവർ കോട്ടുവായിടാറുണ്ടായിരുന്നില്ല. അപ്പൊ ഈ കോട്ടുവായിടുന്ന സമയത്തും അതുപോലെ തന്നെ തുമ്മുന്ന സമയത്തും ഒരു സ്വാഭാവികമായ ശബ്ദം ഉണ്ടാവും. ചില ആളുകൾ തുമ്മിയാൽ ഭയങ്കര ശബ്ദമായിരിക്കും, വേറെ ചില ആളുകൾ തുമ്മിയാലോ ഒട്ടും ശബ്ദം ഉണ്ടാകില്ല, അടുത്തുള്ള ആളുകളെ അറിയില്ല, വളരെ ചെറിയ സൗണ്ട് തുമ്മുന്ന ആളുകളുണ്ടാവും. അപ്പൊ പലർക്കും പല രൂപത്തിലാണ് തുമ്മുന്ന ശബ്ദം ഉണ്ടാവുക. എന്നാൽ അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്വാഭാവികമായ നമ്മുടെ പ്രകൃതിയാ ഉള്ള ശബ്ദത്തെ കുറിച്ചല്ല പറയുന്നത്. ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ഈ തുമ്മുന്ന സമയത്ത് ഒന്നങ്ങോട്ട് ജോറാക്കാൻ വേണ്ടിയിട്ട് ഒരു നാലാളെ അറിയട്ടെ നിലക്ക് ഒന്ന് സ്വമേധയാ ഒന്ന് ശബ്ദം അങ്ങോട്ട് ഉയർത്തും. കേട്ടെ ഏതായാലും തുമ്മല്ല, നല്ല ഒച്ചത്തിലായിക്കോട്ടെ. അങ്ങനെ ജനസാന്നിധ്യത്തിൽ വെച്ച് സ്വാഭാവിക ശബ്ദത്തെക്കാൾ, പ്രകൃത്യ അദ്ദേഹത്തിനുള്ള ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ തുമ്മുന്നതും കോട്ടുവായിടുന്നതും ഹറാമാണ്. എന്താ ഞാൻ പറഞ്ഞ മസല? സ്വാഭാവികമായിട്ടുള്ള ശബ്ദത്തെക്കുറിച്ചല്ലോ ഈ പറഞ്ഞത്. ഇപ്പൊ ഞാൻ തുമ്മുമ്പോ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ശബ്ദം ഉണ്ടാവും, അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. അല്ലാതെ അതിലപ്പുറം ശബ്ദം എടുത്തിട്ട് കോട്ടുവായിടുമ്പോ വെറുതെ എന്ന് ഉറക്കാണ്ട് ചെല്ലുക, ഒന്ന് ജോറാക്കി, ഒന്ന് ഉഷാറാക്കി, അങ്ങനെ ജനസാന്നിധ്യത്തിൽ വെച്ച് കോട്ടുവായിടുന്ന ആ ശബ്ദം പുറപ്പെടുവിക്കൽ അത് ഹറാമാകും, ജനങ്ങളുള്ളിടത്ത് വെച്ചിട്ട്. കാരണം ആളുകളെ ശല്യം ചെയ്യാൻ പാടില്ല.
ഒരു മജ്ലിസിൽ വെച്ച് നമ്മൾ തുമ്മുന്ന സമയത്ത്, നമ്മൾ കോട്ടുവായിടുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ടതാണിത്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അങ്ങനെ പലതുണ്ട്. ഈ ഏമ്പക്കം വിടുക, വയറിങ്ങോട്ട് നിറഞ്ഞിട്ട് ഏമ്പക്കം വിടുക. ഏമ്പക്കം വിടുന്ന സമയത്ത് വായക്ക് മുകളിൽ കൈവെക്കണമെന്ന് ഫുഖഹായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായക്ക് മുകളിൽ കൈവെക്കണം. പലതുകൊണ്ടും ഈ ഏമ്പക്കം വിടുന്ന സമയത്ത് എന്താ, ഒരു ദുർഗന്ധം വരും. നമ്മുടെ വായിലൂടെ ഒരു ദുർഗന്ധം വരും. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ചില ആളുകൾക്കിടയിലിട്ടിട്ട് അങ്ങോട്ട് വിടും, ഭയങ്കര ശബ്ദത്തിൽ. ഇത് അടുത്തുള്ള ആൾക്ക് വല്ലാത്തൊരു ദുർഗന്ധം വരും. ഇത് അതുകൊണ്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, ആളുകളെ ബുദ്ധിമുട്ടാക്കരുത്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു, ഏമ്പക്കം വിടുന്ന സമയത്ത് വായക്കു മുകളിൽ കൈവെക്കണം. ഇതൊക്കെ അതിൻ്റെ ഒരു മര്യാദയാണ്. ജനങ്ങൾക്കിടയിൽ നമ്മൾ മറ്റുള്ളവരെ കൂടെയാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഉള്ളി തിന്നവര് പള്ളിയിൽ വരാൻ പാടില്ല. ഉള്ളി തിന്ന ആളുകൾ പള്ളിയിലേക്ക് വരാൻ പാടില്ല. അവര് ജമാഅത്തിന് പോലും വരേണ്ടതില്ല. എന്തേ കാരണം? അത് മറ്റുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരുന്നത് പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി വരുന്നവർക്ക്, അതുപോലെ മജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നവർക്ക് അത് വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഉള്ളി തിന്നവര് പള്ളിയിലേക്ക് വരേണ്ടതില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ വെറുപ്പുള്ള ഒരു ഭക്ഷണമായിരുന്നില്ലേ ഉള്ളി? ഉള്ളി ഹബീബായ തങ്ങൾ വെറുത്ത ഭക്ഷണമാണ്. എന്നാൽ ഇന്ന് കണ്ടിട്ടില്ലേ നിങ്ങള്, ചില ഏത് വിഭവങ്ങൾ വിളമ്പുന്ന സമയത്തും സുബ്ഹാനല്ലാഹ് ചില ആളുകൾ അതിനു മുകളിൽ പച്ച ഉള്ളി മുറിച്ചിടുകയാണ്. ഉള്ളി പച്ചയിൽ കഴിക്കാൻ പാടില്ല, അത് വേവിച്ച് കഴിക്കുന്നതിന് തെറ്റില്ല. മുഹദ്ദിസുകൾ ഹദീസ് വ്യാഖ്യാനിച്ച് അങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കുകയാണ്, ഒരു ബീഫ് ഉണ്ടാക്കി, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ഇതിന്റെ മുകളിൽ ഈ ഉമ്മമാർക്കുണ്ട ഒരു ഏർപ്പാട്, ഈ ഉള്ളി അങ്ങനെ തന്നെ പച്ചയിൽ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് കൊടുക്കുക. എന്തിനാണിത് ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും കൂടുതൽ വെറുത്ത ഭക്ഷണമാണത്. മഹാനായ അബൂ അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ വീട്ടിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന സമയത്ത് ഭക്ഷണം പലരും കൊണ്ടുപോയി കൊടുക്കും. ആ ബാക്കി ഭക്ഷണം അബൂ അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു ആണ് എടുക്കാറുണ്ടായിരുന്നത്. എന്നിട്ട് ഹബീബായ തങ്ങൾ കൈവച്ച സ്ഥലം ഏതാന്ന് നോക്കിയിട്ട് അവിടെ തന്നെ കൈവച്ചിട്ട് അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കും, ബറക്കത്തിന് വേണ്ടിയിട്ട്. ഒരു ദിവസം ഭക്ഷണം എടുത്തപ്പോൾ അതിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ തൊട്ടത് കാണുന്നില്ല, കൈ സ്പർശിച്ച അടയാളൊന്നും എവിടെയും കാണുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ തങ്ങൾ പറഞ്ഞു, ഓ അബൂ അയ്യൂബേ, ഞാൻ ആ ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്തേ കാരണം? ആ ഭക്ഷണത്തിൽ ഉള്ളി ചേർത്തിട്ടുണ്ട്, എനിക്ക് ഉള്ളി ഇഷ്ടമില്ല. ഉള്ളി കഴിച്ചാൽ ഒരു തരം ദുർഗന്ധമാണ്, പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ റഹ്മത്തിന്റെ മലക്കുണ്ടാവുകയില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരിമാര് ശ്രദ്ധിക്കുക, നമ്മൾ ഈ നോമ്പ് തുറക്കും മറ്റുമൊക്കെ പച്ച ഉള്ളി മുറിച്ചിട്ട് കൊടുക്കുന്ന സ്വഭാവം. വേറെ ബീഫിന്റെ കൂടെയും ചിക്കൻ പൊരിച്ചതിന്റെ കൂടെയൊക്കെയാണ് ഈ അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം എന്തിനാ നമ്മൾ വെറുതെ അരിഞ്ഞിട്ട് കൊടുക്കുന്നത്? അത് ചില ആളുകൾ കഴിക്കും, ചിലർ അങ്ങനെ തന്നെ അത് ആ പ്ലേറ്റിൽ അത് ബാക്കിയാണ്. പിന്നെന്തിനാ അത് മുറിച്ചു കൊടുക്കുന്നത്? പച്ച ഉള്ളി, അത് വലിയുള്ളിയാവട്ടെ വെളുത്തുള്ളിയാകട്ടെ, രണ്ടും ഹദീസിൽ കാണുന്നുണ്ട്. സൗമ് എന്നും ബസല് എന്നും രണ്ടും ഹദീസിൽ പ്രയോഗിച്ച് കാണുന്നുണ്ട്. ഉള്ളി പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് പച്ച ഉള്ളി.
പിന്നെ അത് വേവിച്ച് കഴിക്കാം, അത് വേവിക്കപ്പെട്ടതിന് തെറ്റില്ല എന്ന് മുഹദ്ദിസുകളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഭക്ഷണത്തിൽ നിന്ന് അതിൽ നിന്ന് പരമാവധി ഉള്ളി ഒഴിവാക്കുക. വേറെ പലതും ഉണ്ടല്ലോ ഇതിലിടാൻ പറ്റിയത്. മല്ലിച്ചപ്പിടാറുണ്ട്, ചെറുനാരങ്ങ വെക്കാറുണ്ട്, അതൊക്കെയാവാം. ഉള്ളി അത്രയും കൂടുതൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്ത ഭക്ഷണമാണ്. അന്ന് അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹു ആ ഭക്ഷണം കഴിച്ചില്ല എന്ന് ഹദീസിൽ കാണാം. എന്തേ കാരണം? മുത്തുനബിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. മഹാനവറുകൾ കഴിച്ചില്ല. ആ ഉള്ളി കഴിച്ച ആള് മജ്ലിസിലേക്ക് വരാൻ പാടില്ല. പള്ളിയിലെ ജമാഅത്തിന് അയാൾ വരരുത്. കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ദുർഗന്ധമുണ്ട്, അയാളെ മജ്ലിസിൽ പറ്റില്ല. ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നിടത്ത് അയാൾ വന്നാൽ മറ്റുള്ളവർക്കതൊരു പ്രയാസമാണ്. അതുകൊണ്ട് അദ്ദേഹം പള്ളിയിൽ ജമാഅത്തിന് വരണ്ട. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മജ്ലിസിൽ ചെല്ലുന്ന സമയത്ത് പാലിച്ചിരിക്കേണ്ട, മറ്റുള്ളവരുമായിട്ട് നാം ഇടപഴകുന്ന സമയത്ത് പാലിച്ചിരിക്കേണ്ട മര്യാദകളാണിത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖൈറാത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാ.